ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആട്ടോ. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റു. കാരണം സാധാരണ എഴുന്നേൽക്കുന്ന പോലെ തന്നെ സൺഡേയിലും രാവിലെ എഴുന്നേൽക്കണം. കാരണം നമുക്ക് ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രെയറിനൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ദോശയ്ക്കുള്ളത് അരച്ച് വെച്ചിരുന്നു കേട്ടോ. ഇതുപോലെ സിമ്പിളായിട്ടിരിക്കുന്ന തട്ടിൽ കൂട്ടിയ ദോശ കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ടാണ് ഞാനിതുപോലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ സമയമുള്ള ദിവസങ്ങളിൽ ഇതുപോലെ ദോശ ഉണ്ടാക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാനാണ് ഇഡ്ഡലി ആട്ടോ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ അതിന് വേണ്ടി സാമ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേ എൻ്റെ കിച്ചണിൽ വെച്ചിരിക്കുന്ന മണി പ്ലാന്റ് ആണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു എനർജി ആട്ടോ രാവിലെ തന്നെ കിട്ടുന്നത്. പിന്നെ ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട് ചൂടിൽ നിന്നും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ശക്തമായ ചൂടായിരുന്നു ഇവിടെ. 45-48 ഡിഗ്രിയൊക്കെയാണ്. അപ്പോൾ രാവിലെ ഞാൻ കുറേ തുണിയൊക്കെ കഴുകിയിട്ടിരുന്നു. അപ്പോൾ അത് ഉണങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബീന എടുത്തുകൊണ്ട് വരുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. മാഗി തന്നെയായിട്ട് കുറേ നാളായിട്ടോ. പിന്നെ കൂട്ടിന് നമ്മുടെ ടൈഗറുണ്ട് ഇവിടെ. ടൈഗറിനെ പകൽ നമ്മളങ്ങനെ തുറന്നു വിടാറില്ല. പിന്നെ അവധിയൊക്കെ ആണെങ്കിൽ മാത്രമേ തുറന്നു വിടുള്ളൂ കേട്ടോ. പിന്നെ അവനറിയാം അവന് ഏത് സമയത്താണ് അവൻ അഴിച്ചു വിടുന്നതൊക്കെ കറക്റ്റായിട്ടറിയാം. ആ ഒരു സമയത്ത് അഴിച്ചു വിട്ടില്ലെങ്കിൽ അവൻ ഭയങ്കരമായിട്ട് കുരയ്ക്കും കേട്ടോ. ആഹാ, ഇതാരേത്? ബ്രൗണി വന്നോ? ബ്രൗണി, നമുക്കിവിടെ ഇങ്ങനെ ഒരു പേരമരം ഉണ്ട് കേട്ടോ. നിറച്ച് പേരയ്ക്കാണ്, നിറച്ച്. പക്ഷെങ്കിൽ ഇതാണ് അവസ്ഥ. കിളികൾ മൊത്തം ഇതുപോലെ പേരയ്ക്കകൾ മൊത്തം കുത്തി താഴെയിടും. നമുക്ക് കഴിക്കാനായിട്ട് പകുതി കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ മാങ്ങയൊക്കെ ആണെങ്കിലും പറിക്കാനായിട്ട് ഇഷ്ടം പോലെ കിടപ്പുണ്ട്. പക്ഷെങ്കിൽ എന്താ പറയണേ, നമ്മൾ പറിക്കാനായിട്ട് ആ വല്യപ്പനെ വിളിച്ചിട്ട് വല്യപ്പൻ ഫ്രീ ആയിട്ടില്ല. അപ്പോൾ വല്യപ്പൻ വന്നിട്ട് പറിക്കാമെന്ന് ഓർത്തോട്ട് ഇട്ടേക്കോ കേട്ടോ. നിറച്ച് മാങ്ങ കിടപ്പുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം ഒന്ന് പറിച്ചിട്ട് നമുക്ക് പഴുപ്പിക്കാൻ വെക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് ഉപ്പിലിടണം, അങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ട്. അതേ മുകളിലൊക്കെ നന്നായിട്ട് പഴുത്തും കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കിളികളും അണ്ണാനും ഒക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് പകുതി അവർ വന്ന് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ന് സൺഡേ ആണ്. സൺഡേയിൽ രാവിലെ പ്രെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഉച്ചക്കത്തേക്കുള്ള ചോറ് കറികൾ എല്ലാം റെഡിയായി. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ഓഫീസിലെ വർക്കുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. പിന്നെ ഇന്നിപ്പോൾ നല്ലൊരു ക്ലൈമറ്റാട്ടോ. അധികം ചൂടും കാര്യങ്ങളൊന്നും ഇല്ലാതെ ചെറിയ മഴക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ മഴ പെയ്യുന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുന്നു. ഒരുപാട് സ്നേഹിക്കണ്ട. ബ്രൗണി മതി. അവനെ താഴെ ഇറക്കിയാരെ മതി. താഴെ വിട്ടേരെ. ഇനി അതേ കൂടെ കയറിപ്പോത് കണ്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മിക്ക് സ്മാർട്ട് പോയിന്റിലൊന്ന് പോകണമെന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സാധനമൊക്കെ വാങ്ങാനുള്ളെങ്കിൽ അച്ചുകൂട്ടനുമായിട്ട് ബൈക്കിലോട്ട് പോകുന്നത്. അപ്പം മോനാണ് എന്നെ ഇതുപോലുള്ള ചെറിയ ഷോപ്പിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് 1-2 സാധനങ്ങൾ മാത്രം മതിയായിരുന്നു അത്യാവശ്യം തീർന്നു പോയത്. അപ്പോൾ മോനെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് ഞാൻ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കാരണം ഇച്ചാന് കുറച്ചൊക്കെ സാധനങ്ങളുള്ളെങ്കിൽ ഇച്ചാനെ കൂട്ടിക്കൊണ്ട് പോകാറില്ല കേട്ടോ. അപ്പം മോനുള്ളതുകൊണ്ട് എനിക്ക് ആ കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഇതിനകത്തിരുന്ന മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ നാട്ടിൽ പോയ സമയത്ത് ഇതിനെ കെയർ ചെയ്യാനും എടുക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതെല്ലാം പോയി. പിന്നെ അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി അതിൻ്റെ കല്ലും ഒക്കെ ക്ലീൻ ചെയ്ത് ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഞാൻ നല്ല വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരു മണി പ്ലാന്റും പിന്നെ വേറെ ഒരു ചെടിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് നല്ലൊരു ഫ്രഷ്നെസ്സാണ്. അപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ഞാൻ കുറച്ച് സമയങ്ങൾ കണ്ടെത്താറുണ്ട്. പിന്നെ ഇപ്പോൾ ചെടികളും കാര്യങ്ങളൊക്കെ എനിക്ക് പുറത്തുള്ളതാണെങ്കിലും ഒരുപാട്
കെയർ ചെയ്യാനായിട്ടുള്ള സമയമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ 1-2 ചെടികളൊക്കെ ഇങ്ങനെ അകത്ത് വെച്ചിരിക്കുന്ന അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ വാടക വീടാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു അത്രയൊക്കെ ഉള്ള ഒരു ഭംഗിയൊക്കെ കാണാനായിട്ടുണ്ടാവുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് വെക്കാനായിട്ടുണ്ട്. അപ്പോൾ വന്ന് കഴിയുമ്പോൾ തന്നെ കൊണ്ടുവന്ന സാധനങ്ങൾ അങ്ങ് എടുത്ത് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഈ ചാനനെ വഴക്കൂറി കേട്ടോ, അങ്ങനെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ തന്നെ അതതിൻ്റെ ഡിബ്ബകളിലും ഒക്കെ ഞാൻ അതങ്ങ് പൊട്ടിച്ച് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പം മഴ പെയ്യാത്തതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് കേട്ടോ. മാർക്കറ്റിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വേർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഉച്ചക്കത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ റെഡി ആയിരുന്നു. ഞാൻ പയർ മെഴുക്കുവരട്ടിയും അതുപോലെ തന്നെ ദോശയ്ക്ക് വേണ്ടി ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാറും ഉണ്ട്, പിന്നെ പപ്പടവും അച്ചാറും ഒക്കെ കൂട്ടിയാണ് ഉച്ചയ്ക്ക് കഴിക്കുന്നത്. അപ്പോൾ വൈകുന്നേരത്തിന് വേണ്ടി കുറച്ച് കപ്പയൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ചിക്കനും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കുകയുള്ളൂ, കാരണം ഇനിയിപ്പം ഉച്ചയ്ക്ക് ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കണം. കാരണം നല്ല ചൂടിൻ്റെ സമയമാണ്. അപ്പോൾ നമ്മൾ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ശരീരം മൊത്തത്തിൽ വീക്കാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം എന്തായാലും ഞാൻ ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ കുറച്ച് സമയം കിടന്ന് ഉറങ്ങും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി വൈകുന്നേരത്തേക്കുള്ള പണികൾ. പിന്നെ വൈകുന്നേരങ്ങളിൽ മിക്കവാറും ഞാനും ഇച്ചാനും ഇപ്പോൾ കാര്യമായിട്ട് ഫുഡൊന്നും കഴിക്കാറില്ല. കുറച്ച് വെയിറ്റൊക്കെ ഒന്ന് കുറയ്ക്കണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. മാക്സിമം എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഓട്സോ അല്ലെങ്കിൽ അതുപോലുള്ള ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഫുഡ് മാത്രമേ കഴിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ കപ്പ വന്നപ്പിന് നേരത്തെ ഉണ്ടാക്കിയിട്ട് ഒരു 7 മണിക്ക് മുമ്പ് തന്നെ കഴിക്കാമെന്ന് കരുതിയാണ്. അപ്പം ചിക്കനൊക്കെ റെഡിയാക്കി ഞാൻ ഉച്ചയ്ക്ക് തന്നെ കഴുകി വെച്ചിരുന്നു കേട്ടോ. വെച്ച് മസാലയൊക്കെ പുരട്ടിയാണ് വെച്ചിരുന്നത്. അപ്പോൾ 2-3 കിഴങ്ങും കൂടി ഇട്ടിട്ട് തേങ്ങയൊക്കെ അരച്ചിട്ട് ഇങ്ങനെ ഒരു യെല്ലോയിഷ് കളറിലുള്ള ചിക്കൻ കറി വെക്കാമെന്നാണ് കരുതിയിരിക്കുന്നത്, കൂടുതൽ മസാലയും കാര്യങ്ങളൊന്നും ചേർക്കാതെ. അപ്പോൾ ചിക്കൻ ഞാൻ ഓൾറെഡി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മസാലയൊക്കെ തിരുമ്മി പിന്നെ സവോളയും അതുപോലെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്കത് തേങ്ങ അരച്ച് ചേർക്കണം. അപ്പോൾ ഇത് കണ്ടോ, തേങ്ങ വെള്ളം ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് വന്ന കേട്ടോ, പക്ഷേ ഒട്ടും വെള്ളം ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ അടിപൊളി ചിക്കൻ കറി നല്ല തേങ്ങയൊക്കെ അരച്ചെടുത്തത്. തേങ്ങ ഞാൻ അരച്ച് ചേർത്തുന്നുള്ളൂ, തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് ഗരം മസാല, അതിപ്പോൾ ഞാൻ ഫ്രഷായിട്ട് പൊടിച്ചെടുത്താൽ കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ്, ചൂട് കാരണം ഒരു രക്ഷയില്ല കേട്ടോ, നന്നായിട്ട് വേർക്കുന്നുണ്ട് തന്നെ. അപ്പോൾ നമ്മൾ കിച്ചണിൽ പണി ചെയ്യുമ്പോൾ തന്നെ ചൂടില്ലെങ്കിലും നല്ല ചൂടാകും അല്ലേ. അപ്പോൾ ചൂടിൻ്റെ സമയത്താണെങ്കിലോ പറയും കൂടെ വേണ്ട. പിന്നെ ഇതേ കുറച്ച് കപ്പ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഉണക്കപ്പൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെ നമുക്ക് ബാക്കിയാണ്. ഞാൻ കറക്റ്റ് 1-2 പിടി മാത്രം ഇങ്ങനെ കൈകൊണ്ട് എടുത്ത് വെള്ളത്തിയിട്ടുള്ളൂ. പക്ഷെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ട് ഇളക്കി തരികയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ ഫുഡ് എന്ന് പറയുന്നത് കപ്പയും അതുപോലെ തന്നെ തേങ്ങ അരച്ച് വെച്ച ചിക്കൻ കറിയുമാണ്. അപ്പോൾ ഒരു സൺഡേ ഒക്കെ കിട്ടുമ്പം നമ്മളിതുപോലെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വിശേഷങ്ങൾ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വൈകുന്നേരമായപ്പം ഇച്ചാനും മോനും അവരുടെ എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോകുക കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ബ്രൗണിയും അതുപോലെ ടൈഗറും ഒക്കെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ പോയി വന്നതിന് ശേഷം ഒരുപാട് കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള റെസിപ്പീസും കാര്യങ്ങളും ഒക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇതുപോലെ വ്ളോഗ്സ് മാത്രമാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ അതുപോലുള്ള കുക്കിങ്ങും പ്രതീക്ഷിക്കാം കേട്ടോ.